കേണൽ ഡിനി, അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള കൂറിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിന്നും അനവരതം തുടരുകയാണ്. ഒരു മേമ്പടി കണക്കെ ഭാരതത്തെ പിണക്കാതിരിക്കാനുള്ള തേൻപുരട്ടിയ പ്രസ്താവനകൾ ഇടയ്ക്കിടെ അമേരിക്കൻ ഭരണാധികാരികൾ ഇറക്കുന്നു എന്നതല്ലേ വാസ്തവം? അതായത് അമേരിക്കയുടെ ഉദ്ദേശശുദ്ധിയെ സംശയത്തോടെ മാത്രമല്ലേ വീക്ഷിക്കാനാവും? ശ്രീ അനിൽ, ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാകിസ്ഥാനെ സംബന്ധിച്ചോളം പണ്ട് തൊട്ടേ അവിടെ ഒരു ചൊല്ലുണ്ട്, പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്ന 3A ആണ്. അതായത് അള്ളാഹ്, ആർമി, അമേരിക്ക. ഈ 3 കാര്യങ്ങളാണ് പാകിസ്ഥാനുള്ള സ്റ്റേറ്റിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ചോദ്യത്തിന് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുപേരും ഏകദേശം എന്താ പറയാ 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് രണ്ട് ദിശയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചോളം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കാഴ്ചപ്പാടിൽ സോവിയറ്റ് യൂണിയനായിട്ട്, അന്നത്തെ സോവിയറ്റ് യൂണിയനായിട്ട് കുറച്ച് ചായവുണ്ടായിരുന്നു. അവിടുത്തെ പല പോളിസീസും കൊണ്ടുവന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ ജന്മം കിട്ടിയ സമയത്ത് തന്നെ അവർക്ക് UK ആയിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് പോയ ബ്രിട്ടീഷേഴ്സ് പാകിസ്ഥാനിലെ നേതാക്കന്മാരെ കൂടുതൽ വിശ്വസിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തായിരുന്നു കൂടുതൽ താല്പര്യം. അതുവഴി അമേരിക്കയുടെ ബന്ധവും അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അമേരിക്ക ഉപയോഗിച്ചത് സോവിയറ്റ് യൂണിയൻ ഫർദർ ഡൗൺ സൗത്തിലോട്ട് വരരുത്, ഇവിടെയുള്ള ഈ അറേബ്യൻ സീ പോലത്തെ ഒരു സീ കിട്ടരുത് എന്നുള്ള ഒരു വേണ്ടി ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് അന്ന് പാകിസ്ഥാനെ അവർ ഉപയോഗിച്ചത്. അപ്പൊ അന്ന് എന്ത് പറ്റി? അപ്പൊ പാകിസ്ഥാൻ അവർ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ശത്രുത പാകിസ്ഥാൻ കൊണ്ടുവന്നു. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാനെ അന്ന് തൊട്ടേ, അതാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് അമേരിക്ക നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് വിട്ട റിപ്പോർട്ടിനകത്തും 1950 തൊട്ടുള്ള കണക്കാണ് പറയുന്നത്. 51 തൊട്ടുള്ള കണക്കുകൾ 71 വരെയുള്ള യുദ്ധത്തിൽ ഏകദേശം $2 ബില്യൺ കൊടുത്തെന്നാണ് പറയുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണ്? പാകിസ്ഥാനെ അവർ അണ്ടർ വെക്കണം. പാകിസ്ഥാനെ അവർ അണ്ടർ വെച്ചിട്ട് സോവിയറ്റ് യൂണിയനെ അന്ന് അവർക്ക് തകർക്കണം. അതിന് ഒരു പരിധി വരെ അവർ സക്സസ്ഫുൾ ആയെന്ന് പറയാം. കാരണം 79 അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് യൂണിയൻ വന്നപ്പം പാകിസ്ഥാനിന്റെ ഉള്ളിൽ ജിഹാദികളെ അവർ തന്നെ ട്രെയിൻ ചെയ്ത്, അമേരിക്ക തന്നെ ട്രെയിൻ ചെയ്ത് അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുകയും അവിടെ റഷ്യക്ക്, അല്ലെ ഇന്നത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷെ എവിടാണ് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിഹാദികളെ അവരെ സൃഷ്ടിച്ചപ്പോൾ ഈ ജിഹാദികൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടില്ല. അങ്ങനാണ് ഈ 9/11 സംഭവം നടക്കുന്നത്, അതായത് ട്വിൻ ടവർ അറ്റാക്ക്. അപ്പൊ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഈ ഭീകരവാദം വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് ബോധോദയം വന്നത്. അതായത് ഇത് ശരിയല്ലല്ലോ എന്നുള്ള രീതി. അതുവരെ നമ്മൾ കശ്മീരിന്റെ കാര്യം പറഞ്ഞാലും അവർ ചെവി കൊള്ളത്തില്ല. അവർ നമ്മളെ പാകിസ്ഥാനെ ഒരേ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോകും, ഒരു സ്റ്റേറ്റ്മെന്റ് വരാണെങ്കിൽ അതിന്റെ ബാലൻസിങ് പോകും. പക്ഷെ അവരുടെ ഉള്ളിൽ 3000-ഓളം പേര് മരിക്കുകയും അവരുടെ ഉള്ളിൽ 5ഓളം സ്ഥലത്ത് തകർത്ത രീതിയിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ബോധ്യമായത് അവർ ഈ പാകിസ്ഥാനുമായിട്ട് കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവിടുന്ന് സ്ട്രാറ്റജി മാറി. ഏകദേശം ആ സമയത്താണ് ഭാരതത്തിന്റെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തും വരുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇന്ത്യയുമായിട്ട് ഭാരതവുമായിട്ട് നല്ലൊരു ഒരു ഫ്യൂച്ചറിൽ വേണം. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ചൈനയും ഗ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ് ഡെവലപ്പായി വരികയും ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യ വളരെ നല്ല രീതിയിൽ എക്കണോമിക് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേ വന്നു. അപ്പൊ പിന്നീട് ഇടയ്ക്ക് ന്യൂക്ലിയർ ഇതൊക്കെ ചെയ്തെങ്കിൽ തന്നെയും അവർക്ക് നമ്മളെ തടയാൻ സാധിച്ചില്ല. അപ്പം ഇന്നത്തെ സ്ഥിതിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത് അമേരിക്ക നമ്മളോട് ചെയ്യുന്ന ഒരു ഔദാര്യമൊന്നുമല്ല, നമുക്ക് അതിന്റെ അർഹത ഉണ്ടായിട്ടാണ്. കാരണം ഇന്ന് നമുക്ക് എത്രമാത്രം അമേരിക്കക്ക് ആവശ്യമുണ്ടോ അത്രയും തന്നെ അമേരിക്കക്ക് നമ്മളെ ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ചൈനയുടെ അടുത്തുള്ള ക്വാഡിന്റെ അടുത്തായാലും ശരി, ഒരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് സാമ്പത്തികമായിട്ടാലും ശരി, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു രാജ്യം കൂടെ വേണമെന്നാലും ശരി, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ലീഡർ എന്നുള്ള നിലയിൽ രാജ്യമായാലും ശരി, ഭാരതത്തിന് അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാരതത്തിന് അവർ കൂടെ നിർത്തണം. ഇപ്പൊ ഞാൻ ഇത് കാണുന്ന ഇപ്പോഴത്തെ ഈ ഒരു ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പം ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ബേസിസിൽ മാത്രമാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാജ്യത്തിനുള്ളിൽ തന്നെ ആളുകൾ എങ്ങനെയൊക്കെയാ പറയുന്നത് നമുക്കറിയാം. നമ്മളൊന്നും കേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മളെ ഭാരതത്തിലൊക്കെ ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനെ കുറിച്ച് പറയുന്നതും ഡൊണാൾഡ് ട്രംപ് ഒബാമയെ കുറിച്ച് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ശ്രീ അനിൽ കണ്ടു കാണുമല്ലോ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും അതൊക്കെ ഒരിക്കലും ഏറ്റവും വലിയ എത്രയും എന്താ പറഞ്ഞ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെമോക്രസി ഒന്നും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതൊരു ആ വ്യക്തിയുടെ ഒരു ഇഷ്യൂ ആണ്. ഞാനിപ്പോ ഒരു പാർട്ടിയുടെ ഒരു ഒഫീഷ്യൽ ഇതാണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം അത് നമ്മളൊരു നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നം. പക്ഷെ ഇത് ഫാക്ട്സ് ആണ്. ഇനി പുറത്തോട്ട് നോക്കുക. പുറത്തോട്ട് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വന്ന ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ റഷ്യ യുക്രൈൻ വാർ നിർത്തും എന്ന് പറഞ്ഞു.
24 മണിക്കൂർ കൊണ്ട് ഞാൻ ഗാസയിലെ എല്ലാ നിർത്തുമെന്ന് പറഞ്ഞു. ഇതൊന്നും നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഗാസയിലെ ആ കംപ്ലീറ്റ് ഏരിയ അദ്ദേഹം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുമെന്ന് പറഞ്ഞു. അപ്പം പറയുന്നത് എന്താണോ ചെയ്യുന്നത് എന്താണോ എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു ആ രീതിയിലാണ് പുള്ളി പോകുന്നത്. പുള്ളിയുടെ ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. അപ്പൊ ഈ ഒരു പ്രഷർ കൊടുത്ത് ഒരു കാര്യം നേടാം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ ഭാരതം മാത്രമല്ല, എത്രയോ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലും ഈ ടാരിഫ് ഇൻക്രീസ് ചെയ്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നം പുള്ളിക്ക് പറ്റിയെന്ന് വെച്ചാൽ, പുള്ളി ഇപ്പം പാകിസ്ഥാന്റെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലും നടന്നപ്പം അദ്ദേഹം തന്നെയാണ് വന്ന് ഇതിന്റെ ഒരു മീഡിയേഷൻ ചെയ്തതെന്ന്. അവിടെ പാകിസ്ഥാൻ ചെന്ന് നേരെ കാല് പിടിച്ച് നിങ്ങളാണ് ഏറ്റവും വലിയ ആള്, നിങ്ങളെ ഞങ്ങൾ നോബൽ പ്രൈസിലേക്കൊക്കെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം. പക്ഷെ ഇന്ത്യ എന്തോ ചെയ്തു? ഇന്ത്യ ഒരു കാര്യത്തിലും മൈൻഡ് ചെയ്തില്ല. ഇന്ത്യ പറഞ്ഞു, അത് പാർലമെന്റിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു, ഡൊണാൾഡ് ട്രംപിന് ഇതിനകത്ത് ഒരു പങ്കുമില്ല. അന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇതിന്റെ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിട്ടില്ല. ഒരു കാരണവശാലും ഒരു 0.01% അതിന്റെ ക്രെഡിറ്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്തില്ല. അപ്പൊ ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുണ്ട്. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ഫെബ്രുവരി 2 ഈ വർഷം ഈ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിന്റെ നല്ല രീതിയിലുള്ള എഗ്രിമെന്റ്സിന് വേണ്ടി സംസാരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനകത്ത് പറഞ്ഞത് $500 ബില്യൺ 2030 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയും US-ഉം തമ്മിൽ ആവണം എന്നുള്ള രീതിയിലേക്കാണ്. വെറും ഒരു 3 മാസം കൊണ്ട് എങ്ങനെയാണ് ഇത് മാറുന്നത്? ഈ വിഷയമാണ്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഈഗോ അവിടെ ഹേർട്ട് ആയെന്ന് തോന്നുന്നു. ആ ഈഗോ ഹേർട്ട് ആയപ്പോഴാണ് ഇതുപോലത്തെ പഴയ കാര്യങ്ങൾ, അതായത് പാകിസ്ഥാനിന്റെ നമ്മൾ ഓയിൽ കിട്ടുമെന്ന് 75 വർഷമായിട്ട് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ആരോ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് 3-4 എയർഫീൽഡ്സിനൊക്കെ നല്ല വലിയ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും വല്ല കിട്ടുകയാണെങ്കിൽ, ചിലപ്പോൾ ഓയിൽ വല്ല കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന്, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഇതിന്റെ വേറൊരു വശം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഈ ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാനും US-ഉമായിട്ടുള്ള ട്രേഡ് ആകെ ഉള്ളത് ശ്രീ അനിൽ $7 ബില്യൺ മാത്രമാണ്. 7 ബില്യൺ. നമ്മളും അമേരിക്കൻ തമ്മിലുള്ളത് ഏകദേശം 150 ബില്യൺ മുകളിലായിട്ട് നമ്മളും അമേരിക്കൻ തമ്മിലുണ്ട്. അപ്പൊ എവിടാണ് ഈ $7 ബില്യൺ എവിടെ 150 ബില്യൺ കിടക്കുന്നത്? അപ്പൊ ഇതൊന്നും ഒരു കമ്പാരിസണേ അല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അവർ ആരെയും എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഭാരതം അത് ഇപ്പം നന്നായിട്ട് അറിയാം. ഭാരതത്തിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇനി ട്രേഡിനാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പൊയ്ക്കോളാം. നമ്മളെ അന്നും ആർക്കും ഒന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു വിഷയം, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ അനിൽ, ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ നയം മാറ്റും. കാരണം ആ രീതിയിലാണ് നമ്മൾ ഇതുവരെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും കണ്ടിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞതൊക്കെ പിൻവലിക്കേണ്ടി വരും ട്രംപിന്. ഓക്കെ.